എൻ്റെ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ജീവിച്ച ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ എഴുത്തുകാരുടെയും മാതൃകയായിരുന്നു എം ടി. അത്രയും ശക്തിയുള്ളൊരു മാതൃക വേറെ ഇല്ല. ആര് മരിക്കുമ്പോഴും നമ്മൾ പറയും തീരാ നഷ്ടമാണെന്ന്. പക്ഷേ ഇതങ്ങനെ പറയുന്നതല്ല. ഈ പറച്ചിലിൽ കാപട്യമില്ല, കളങ്കമില്ല. തീരാ നഷ്ടം തന്നെയാണ്. എല്ലാ മലയാളികൾക്കും ഇത് തീരാ നഷ്ടം തന്നെയാണ്. കാര്യം ഇനി ഒരു എം ടി ഉണ്ടാവുകയില്ല, ഇനി ഇതുപോലൊരു മാതൃക ഉണ്ടാവുകയില്ല, ഇനി ഇതുപോലൊരു ജീനിയസ് ഉണ്ടാവുകയില്ല. കാരണം അദ്ദേഹം വ്യാപരിച്ച മേഖലകൾ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വിദഗ്ധനായ, ഏറ്റവും ശക്തനായ നോവലിസ്റ്റ്, മധുരോദാരമായ ചെറുകഥകൾ എഴുതിയുള്ള ചെറുകഥാകൃത്ത്, നമ്മളെ ചിന്തിപ്പിച്ച പത്രാധിപർ, ശക്തനായ പത്രാധിപർ. കാരണം ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലൊരു പ്രസിദ്ധീകരണം, അനേകം മഹാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു പ്രസിദ്ധീകരണം, ദീർഘകാലം നടത്തിക്കൊണ്ടുപോയ സാഹിത്യകാരൻ. ഇനി ചലച്ചിത്രത്തിലേക്ക് കടന്നാൽ, സിനിമയിൽ വന്നത് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി. സിനിമയിൽ വന്ന അതുവരെ നമ്മൾ കണ്ട തിരക്കഥയായിരുന്നില്ല മുറപ്പെണ്ണ്. 1965 അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ്. മുറപ്പെണ്ണ് സിനിമയായിട്ട് മാറിയത്. ശോഭന പരീക്ഷ നായരാണ് അദ്ദേഹം നിർബന്ധിച്ച് സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മുറപ്പെണ്ണ് എന്ന സിനിമ അതുവരെ കണ്ട മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിലെ സംഭാഷണം വേറെയാണ്, കഥാപാത്രങ്ങൾ വേറെയാണ്. അപ്പോൾ എപ്പോഴും ഒരു മാതൃക കാണിക്കുക എന്നുള്ളതായിരുന്നു എം ടിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. നോവലൊരു മാതൃക. 4 കെട്ട് ഒരു വലിയ മാറ്റമായിരുന്നു. എന്നാൽ അപ്പോൾ 4 കെട്ട് വന്നപ്പോൾ എല്ലാവരും വിമർശകർ പറഞ്ഞു ഇത് പഴയ നായന്മാരുടെ കഥയാണ്, 4 കെട്ടിൻ്റെ കഥ, വേറെ ഒന്നുമില്ല. അപ്പോഴദ്ദേഹം കാലമെന്ന നോവൽ എഴുതി, അശ്രിമിത്ത് എന്ന നോവൽ എഴുതി. അതെല്ലാം കഴിഞ്ഞ് ഉത്തരാധുനികയുടെ ഒരു ഗന്ധം വന്നു തുടങ്ങിയ സമയത്ത് അദ്ദേഹം അതിമനോഹരമായൊരു നോവൽ എഴുതി. സാർത്രൻ്റെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം മഞ്ഞെന്ന് പറഞ്ഞ ഒരു കാത്തിരിപ്പിൻ്റെ മഹാകാവ്യമാണത്, മഞ്ഞ് എന്ന നോവൽ. അങ്ങനെ അദ്ദേഹം സ്പർശിക്കാത്ത മേഖലകളില്ല. നോവലിലായാലും ചെറുകഥയിലായാലും അദ്ദേഹം പറയാത്ത വിഷയങ്ങളില്ല. എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അദ്ദേഹത്തിൻ്റെ കഥയുണ്ട്. അത് സിനിമയാക്കിയിട്ടുണ്ട്. ഐ വിശ്വസിച്ചില്ല, സിനിമയായിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനമാണ്. കാരണം തനിച്ച് നിൽക്കുന്നവരെക്കുറിച്ച്, ഒറ്റയ്ക്ക് വേദനിക്കുന്നവരെക്കുറിച്ച് ആണ് അദ്ദേഹം അധികം എഴുതിയത്. ആൾക്കൂട്ടത്തിൽ എങ്ങനെ തനിയെ, എം ഡിയും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് എല്ലാം അറിയാം. കാരണം ഞാൻ അദ്ദേഹത്തിന് അനുജനെ പോലെ ആയിരുന്നു. എന്നെക്കാട്ട് 7 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് ഞാൻ മാതൃകയായി കണ്ട ആളാണ് എം ടി. എൻ്റെ ചെറുകഥ അദ്ദേഹം മാതൃഭൂമി ആഴ്ച പോയി പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ ഇഞ്ചയങ്ങളെ പഠിക്കുകയാണ്. സായാഹ്നം എൻ്റെ കഥ അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്കിപ്പോൾ അയച്ച കത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സായാഹ്നം കിട്ടി, കൊള്ളാം, ചേർക്കാം, അത്രയേ ഉള്ളൂ. അതാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് എം ടി. അദ്ദേഹം എഴുത്തും അങ്ങനെയാണ്. അദ്ദേഹം സിനിമകൾ കാണണം, സംഭാഷണം അധികം ഉണ്ടാവില്ല, ദൃശ്യഭാഷയാണ് കൂടുതൽ, വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ആവശ്യത്തിന് സംസാരിക്കുകയും ചെയ്യും. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമകളും പരിശോധിച്ചാൽ, തിരക്കഥകൾ പരിശോധിച്ചാൽ, ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിജീവിയുടെ കലാസൃഷ്ടി ആവില്ല എന്ന് വിചാരിക്കുന്നൊരു മണ്ടനായിരുന്നില്ല എം ടി. ജനങ്ങൾ കാണണം എന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏത് തിരക്കഥ വായിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഷോട്ട് പോലും ആ സിനിമ ഉണ്ടാവില്ല. അത് ഉച്ചപ്പടങ്ങളായിരുന്നില്ല അദ്ദേഹം എടുത്തതെല്ലാം ഒരു എഴുത്തുകാരൻ്റെ സിനിമകളായിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ എങ്ങനെ, ടെക്നീഷ്യനായാലും എങ്ങനെ നന്നാകും എന്നുള്ള തെളിവായിരുന്നു എം ടി ഒരു ചലച്ചിത്രകാരൻ നിലയിൽ. അദ്ദേഹത്തിന് എല്ലാ പടങ്ങളും, അപ്പോൾ നിർമ്മാല്യം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം സംവിധായകൻ നിലയിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം വന്നത്, സംവിധാന നിലയിൽ. കാരണം ജനങ്ങൾ എൻ്റെ പടം കാണണം, അതേസമയം ഇത് റൺ ഓഫ് ദ മിൽ ആവരുത്, ഇതൊരു സാധാരണ സിനിമ ആവരുത് എന്നുള്ള കാഴ്ചപ്പാടുമാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം സമീപിച്ച അങ്ങനെയാണ്. അത് ഒരു എഴുത്തുകാരൻ നിലയിൽ, ഒരു ചലച്ചിത്രകാരൻ നിലയിൽ, ഒരു ചലച്ചിത്ര സംവിധായകൻ നിലയിൽ, അങ്ങനെ പത്രാധിപർ എന്ന നിലയിൽ, എല്ലാ രീതിയിലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് പറയും പൂർണ്ണത എന്നൊന്നില്ല, പെർഫെക്ഷൻ എന്നൊന്നില്ല, ഈശ്വരൻ പോലും പൂർണ്ണനല്ല എന്നങ്ങ് പറയും. പക്ഷേ ഞാൻ പറയുന്നു എം ടി വാസുദേവൻ നായർ എന്നാൽ പൂർണ്ണതയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ വായിച്ചാൽ ഇതിനേക്കാൾ മെച്ചമായിട്ട് എഴുതാം എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അത് പൂർണ്ണത എത്തിയിരിക്കും.